പറ്റിക്കാൻ വേണ്ടി പറയണതാണ് സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം സാർ. ഫസ്ബിന സാക്കിർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. തൊപ്പിയുടെ പിന്നാലെ മറ്റേ കാമുകിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അതിനുശേഷമാണ് ഇപ്പം ഇവള് ഇങ്ങനത്തെ ഒരു പരിപാടി എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊടുപുഴ വെച്ചിട്ട് കണ്ട ഒരു ഓട്ടോക്കാരന്റെ കൈ കാണിച്ച് അതിനകത്ത് കയറി സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങേര് വെള്ളം അടിച്ചെന്ന് പറഞ്ഞിട്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും കാച്ചി. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ. ഫസ്മിനയുടെ അക്കൗണ്ടിലേക്ക് ഓടിച്ചാടിയത് കാണാൻ പോകണ്ട. ആളതെന്തായാലും മുക്കിയിട്ടുണ്ട്. ആളത് മുക്കിയാലും സാരമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ അടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും വലിയ ധാരണ വേണമെന്ന് വിചാരിച്ച് നടക്കുവോ? സ്റ്റുഡിയോ എന്നാണ് ആള് കേട്ടത്. ഇവൾക്ക് സ്റ്റുഡിയോയിലാത്രേ പോകേണ്ടത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണേ? എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. എടേ വേലി ചാടിയ പശു കോലോണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. വൈകുന്നേരം 7 മണിയായി. ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാണ്. എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം വന്ന് തെളിയിക്കുന്ന ഫസ്മിന. ഈ കാര്യത്തിൽ എന്ത് തെളിവ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഓട്ടോ പോയെന്ന്. ഈ വളഞ്ഞും പുളഞ്ഞും ഓട്ടോ പോകുന്ന ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നു പുള്ളി വെള്ളം അടിച്ചെന്ന്. കറക്റ്റ് ആണല്ലേ? ഇത് പുള്ളി ചോദിക്കുമ്പോ എനിക്കത് കേട്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തത്, പുള്ളി നിന്റെ വർത്താനം കേട്ട് അന്താളിച്ചിയോ ഒന്നും ചെയ്യല്ലേ ഇങ്ങനെ പറഞ്ഞ പോലെ മനസ്സിലായ. അല്ല ഇനിയിപ്പം അങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയൂടെ ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന്? കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പൊട്ടനാ ഞാൻ വെള്ളം അടിച്ചിട്ടാ വണ്ടി ഓടിക്കുന്നതെന്ന് ആരെങ്കിലും ഏതുവരാ പറയുന്നത്? അതല്ലാതെ പുള്ളി വെള്ളം അടിച്ചു എന്ന് തെളിയിക്കാൻ പാകത്തിന് ഒരു പ്രൂഫ് ഫസ്മിനയുടെ കയ്യിലില്ല. ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. എന്ത് ത്വരയാണെങ്കിലും ത്വരയിലൊരു സത്യമില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളത് താത്ത മനസ്സിലാക്കിയില്ല. ഇപ്പൊ താത്തയ്ക്ക് മനസ്സിലായി കിട്ടി. അതുകൊണ്ട് അവയും വീഡിയോ റിമൂവ് ചെയ്തു പോയ. ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനൊരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ സംസാരം. ഇപ്പൊ വെള്ളം അടിക്കാതെ കുട്ടപ്പനായിട്ട് ടിപ് ടോപ്പ് ആയിട്ട് മുണ്ടൊക്കെ എടുത്തൊന്ന് സംസാരിച്ച സമയത്തും പുള്ളി ആ ഓട്ടോക്കകത്ത് സംസാരിക്കുന്ന അതേ രീതി തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. പുള്ളിക്ക് കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് തോന്നുന്നു ആ സംസാരം കേട്ടിട്ട്. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളത്. ആള് കള്ളു കുടിക്കില്ല. ആളുടെ മക്കൾ രംഗത്ത് വന്നു, ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട് ഫസ്മിന ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചില്ല? അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? അതിലുണ്ട് കേട്ടോ, എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതാണ്, ഇങ്ങനെയൊക്കെയുള്ള കോൺട്രവേഴ്സി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. എത്ര മില്യൺ ആൾക്കാർ കണ്ടെന്ന് എനിക്കറിയില്ല ആ വീഡിയോ. എന്തായാലും അത് നിലവിൽ ഇപ്പൊ ഇല്ല. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം.
ഇത് കണ്ടിട്ട് ഇയാൾ പോയി എന്തെങ്കിലും കടുങ്ക ചെയ്തെങ്കിലും അതും വേണ്ട. ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള മനുഷ്യനാണ്, എന്തെങ്കിലും മനപ്രയാസം വന്നിട്ട് അങ്ങേർക്ക് എന്തെങ്കിലും അറ്റാക്ക് വല്ലതും വന്നു പോയിരുന്നെങ്കിലോ സമാധാനം നീ പറയുവോ? നിന്റെ 4 കഷ്ണമൊക്കെ കാലെ പിടിച്ചൊരാൾക്കുന്നുണ്ടല്ലോ. അസ്മിന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യില്ല. അവർ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ളത് 100% ഷുവറാണ്. എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. പക്ഷെ ഫസ്മിനക്ക് ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റീച്ച് ആവണം. കാരണം 2-3 അക്കൗണ്ട് പൂട്ടിപ്പോയി. ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഐഡികളൊക്കെ പൂട്ടിപ്പോയിട്ടുള്ളത്. പൈസ ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന അപ്പൊ തന്നെ മനസ്സിലായില്ലേ? മാപ്പില്ല കുറിപ്പ്. നിങ്ങൾ മനുഷ്യനോ മൃഗം? നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇങ്ങനെ ഒരു ജന്മം. ഇപ്പൊ ഈ പെർട്ടിക്കുലർ വ്യക്തി എവിടെ ഉള്ളതാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വ്ളോഗ് കൂടെ കണ്ടിട്ടില്ലല്ലോ. ആളുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിന് സത്യം നീതി കിട്ടാൻ വേണ്ടി നിൽക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിന് സോഷ്യൽ മീഡിയയിൽ കൂടിക്കൊണ്ടിരിക്കും. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.